ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നെസ്റ്റോൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ചിക്കൻ നഗറ്റ്സ് മേടിച്ചു കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്താ ശരിയെന്ന് വെച്ചിട്ട് പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓയിൽ ഒഴിക്കുന്ന പാത്രത്തിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഉപയോഗം നമുക്കത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചട്ടിയിൽ തന്നെ ആക്കി വയ്ക്കുമ്പോൾ ആ ചട്ടിയുടെ അടിയിൽ നമ്മൾ എന്താണ് വറുത്തത് ആ വറുത്തത് ഇങ്ങനെ തരികൾ ഇങ്ങനെ ആകെ കരിഞ്ഞ് ഒക്കെ ഇട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അരിക്കേണ്ടി വരും. ഇതിങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്, അരിച്ച് അപ്പം തന്നെ നീക്കം ചെയ്യാം. അപ്പം നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ട് ഇതിൽ നിന്ന് പല ഷേപ്പുകളിലാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്ന് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം തീ ഫുള്ളിലിട്ടിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇത് ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അപ്പോൾ ഇത് ഞാൻ നന്നായി തീ ചൂടാക്കിയതിന് ശേഷമാണ് ഒന്ന് ഇട്ടടാ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിടാം കേട്ടോ. അത് കഴിയുമ്പോഴില്ലേ ഇതിങ്ങനെ നന്നായി വീർത്ത് വരുന്നിട്ട് അതിങ്ങനെ പൊട്ടും. അപ്പം നമ്മൾ വിചാരിക്കും ആ പൊട്ടണത് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചീസാന്ന് വിചാരിക്കും. ഒന്നുമില്ല, അത് വെറുതെ വീർത്ത് വന്ന് പൊട്ടണതാ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ എരും പുളിയും ഉള്ളവർക്ക് കഴിക്കാൻ, അതായത് നല്ല എരിവ് ഒക്കെ വേണം എന്നുണ്ടെന്നുള്ളവർക്ക് കഴിക്കാൻ ഇത് കഴിക്കാൻ ഒട്ടും ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ഇത് ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് എരിവില്ലാത്ത ഭക്ഷണം കഴിക്കില്ലേ, അതേപോലെ സോസിലൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ ഞാനത് അവിടെ ഇങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ നല്ല അടിപൊളിയാണെന്ന് വെച്ചിട്ടാണ് മേടിച്ചത്. സ്കൂളിൽ മക്കൾക്കൊക്കെ കൊടുത്ത് അയച്ചു കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം, എന്നാലും ഒരു ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഞാൻ എന്നിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അതിങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അതിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വരുന്നത്, ഉള്ളിൽ എനിക്കൊരു തുണ്ടുള്ളൂ. അങ്ങനെയാണിത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ. സോസിലൊക്കെ മുക്കി തിന്നുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്, പിന്നെ തണുത്ത് കഴിഞ്ഞ് ഒട്ടും കൊള്ളില്ല. അപ്പോൾ അത് കാരണം ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോളാം. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്ത ഓയിൽ അപ്പം തന്നെ ഞാൻ ആ പാത്രത്തിൽ ഒഴിച്ച് വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രംസ് ഇല്ലേ, നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അത് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ കറുത്ത് പോവും. അപ്പോൾ തന്നെ ഞാൻ ചൂട്ടോടെ ആ പാത്രത്തിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.